ഹൈക്കോടതി ഹൈക്കോടതിൻ്റെ രക്ഷ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് പലരും ചോദിച്ചു, ഈ ഓർക്കിഡ് ഇങ്ങനെയൊക്കെ വാടിപ്പോയ സാധനം ഇനി നന്നാകുമോ എന്ന്. ഇങ്ങനെ വാടിപ്പോയില്ലേ, ഇത് നല്ലതുപോലെ വാടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നാകുമോ എന്നൊക്കെ കൂട്ടുകാരെന്നോട് ചോദിച്ചു. അപ്പം ഞാൻ അതിനുള്ള മാർഗ്ഗമാണിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. കാരണം ഇത് വാടിപ്പോകാതെ ഇത് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാനുള്ള പണി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ആരും വിഷമിക്കേണ്ട. ഇതൊന്നും അങ്ങനെ എളുപ്പമൊന്നും പോകുകയില്ല, വാടുകയുമില്ല. നമുക്ക് നോക്കാമല്ലോ. ഇത് കണ്ടോ, ഇതും അങ്ങനെ ഒരു വാടി നിൽക്കുക. അപ്പം ഞാനിവരെ ഒന്ന് റീപ്പോർട്ട് ചെയ്തങ്ങ് വെച്ചാൽ എങ്ങനെയിരിക്കും നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാനതൊന്ന് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് പൊക്കി എടുക്കുക കേട്ടോ. ഇതിങ്ങനെ വാടുന്നു എന്ന് കാണുന്ന പാടെ നമ്മൾ ഈ സാധനം എടുക്കണം. കാരണം ഇതുകൊണ്ട് ഇതിൻ്റെ വേരൊക്കെ ഉണങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടവഴി ഓരോ കുഞ്ഞിക്കും പച്ച ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിന് എന്താ കാരണമെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും ഇത് മൊത്തം ഉണങ്ങി, ഇതിൻ്റെ ചെടിയുടെ ഇതല്ല, വേരല്ല, നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് ശരിക്കും ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ. വേണ്ട, ഞാൻ 2 സ്പൂണ് മഞ്ഞളെടുത്തു. ആ മഞ്ഞളിനകത്ത് ഇത്രയും വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഞാനിവരെ ഇതിനകത്തോട്ട് മുക്കി വയ്ക്കുക. കാരണം ഇത് മൊത്തം ഇത് പോയി. കാരണം ഇതിൻ്റെ അടിയിൽ ഈ അച്ചിലിൻ്റെ മുട്ടയുണ്ടായിരുന്നു. ആ മുട്ട ഇതിങ്ങനെ വിരിഞ്ഞ് പതുക്കെ വന്ന് ഇതെല്ലാം തിന്നും, ഇതിൻ്റെ വേരല്ല. അതുകൊണ്ടാണ് എനിക്കിത് നശിച്ചു പോയത്. ഇതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. മുകളിലൊക്കെ പിന്നെ അച്ചിലൊക്കെ വരുന്നതിനെയൊക്കെ ഞാൻ പിടിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ അടിയിൽ ഇതിങ്ങനെ വന്ന എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു പേടിയില്ല. അത് അടിയിലിരുന്ന് അച്ചിൽ അതിൻ്റെ മേലെ മുട്ടയിട്ടാലും ഇതുങ്ങൾ കുറേ കഴിയുമ്പോൾ ഇതുങ്ങൾ ഊരി വെച്ച് കഴിയുമ്പോൾ ഇതുങ്ങൾ താഴോട്ട് അടിയിലോട്ട് പോകും. അങ്ങനെയാണ് ഇത് പിന്നെ അടിയിലെത്തിയത്, നാശകോശമായത്. എല്ലാത്തേലും ഉണ്ടായിരുന്നു ഈ ഈ അച്ചിൽക്കുടം. ഒരു വേര് ബാക്കി വെച്ചു, ബാക്കി മുഴുവൻ അതുങ്ങൾ തിന്നു. അപ്പം നമുക്കിതിനെ ചെയ്തേച്ച് വേറൊരു ഇതിലേക്ക് നമുക്ക് ആക്കി വെക്കാം. എന്നാലേ നമുക്കൊന്ന് നോക്കാമല്ലോ. അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇനിയില്ലായിരുന്നു. എന്നിട്ട് അടിയിലൊന്നും വേരൊന്നും പിടിപ്പിക്കാത്ത കാരണം കൊണ്ടിട്ട് ഇവർ ഇടയ്ക്കൊന്ന് മുള വന്നത് കണ്ടോ. അടിയിൽ നിന്ന് ഒരു കുഞ്ഞൊന്നും പൊങ്ങി വരാൻ ഇതുങ്ങൾ സമ്മതിച്ചില്ല. അതുകൊണ്ടിട്ട് പിന്നെ ഇടയ്ക്കുന്ന് വേര് വന്നതാണ് ഇത്. ഞാൻ ഈ കൊട്ടയ്ക്കകത്തോട്ടാണ് ഇത് മൊത്തത്തിൽ ഞാനങ്ങ് വെക്കുവാണ്. ഇനിയിപ്പം അത് നന്നായിട്ടൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിലേക്ക് പിന്നെ അടുത്ത വർഷത്തേക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഇത് നനവ് കുറവായ കാരണം ഇത് ഈ ചകിരിയൊക്കെ ഇടുമ്പോഴാണ് ഇത് പെട്ടെന്ന് ഈ കേട് വരുന്നത്. പക്ഷേ നമുക്ക് ചകിരി ഇടാതെ പിന്നെ അതൊന്ന് ഉറച്ചിരിക്കാനും ഒരു ശകലം നനവിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരി വെക്കുന്നത്. പക്ഷേ ചകിരി ദോഷമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. എന്നാലും നമുക്ക് ഞാൻ 2-3 എണ്ണം മുട്ടിടുക. സ്റ്റാഫ് മേടിച്ച് അതിനകത്ത് ഒഴിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്തൊക്കെ, പക്ഷേ ഇതിനകത്തൊന്നും ഒന്നും കാണുന്നില്ല. നമ്മുടെ അസമാരിയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ അറ്റത്ത് ഇത് ഒട്ടിപ്പിടിച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് വിചാരിക്കും. ഇത് കണ്ടോ, ഈ കുഞ്ഞിനെ ഞാൻ പിരിച്ച് ഇങ്ങോട്ട് എടുക്കുവാണ്. കാരണം ഇതിൻ്റെ പള്ളയ്ക്കെന്നൊക്കെ ഇത് ഒത്തിരി പ്രായമായതാണ്. പക്ഷേ ഇനി ഇത് ചോട്ടിൽ നിന്ന് വിത്ത് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടിട്ട് ഇതുകൂടി ഞാൻ പതുക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് വെച്ചിട്ട് ഇതുകൂടി ഞാനങ്ങോട്ട് വെക്കുവാണേ. എന്താ, ഇത് നല്ല ഫിറ്റായിട്ട്, ഇത് ചൂട് നല്ല ഫിറ്റായിരിക്കണം കേട്ടോ. അങ്ങനെ ഞാനത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ചെറിയൊരു കുഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. അവളെ ഞാൻ അതിൻ്റെ ഇടയ്ക്കോട്ട് തിരികെ വെച്ചിട്ടുണ്ട്. നന്നാവില്ലെന്ന് അറിയട്ടെ. നന്നാകാതിരിക്കില്ല, കാരണം എനിക്കൊരു അനുഭവമുണ്ട്. ഇത് ചോട്ടിൽ നിന്ന് ഇനി നന്നായിട്ട് കുറേശ്ശെ വെള്ളമൊക്കെ തെളിച്ച് കൊടുത്താൽ മതി. ഇനി സ്റ്റാഫ് മേടിച്ച് അതിൻ്റെ ചുവട്ടിൽ ഞാനങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊന്തി വരും.
നല്ല കുഞ്ഞുമക്കളും ഒക്കെ ആയിട്ട് ഇനി വന്നോളും. അതുകൊണ്ടിട്ട് ആരും ഇങ്ങനെയുള്ളത് പറിച്ച് ദൂരെ കളയണ്ട. ഒന്നുമല്ലെങ്കിൽ ഈ സൈഡിൽ നിന്നെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ഇതേപോലത്തെ ഇത് കണ്ടോ, ഇതേപോലത്തെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തും കിട്ടിയാലും നമുക്ക് ചെറിയ പാത്രത്തിലൊക്കെ വെച്ച് നമുക്കിതിനെ വേര് പിടിപ്പിച്ച് നല്ല വളർത്തിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് ഇവർ വളരുകയും ചെയ്യും. ഇത് വളർത്തിയെടുത്തത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് വളർന്നത്. ഉണ്ട് ഇതൊക്കെ നമുക്ക് അവർക്ക് വളർച്ചയ്ക്ക് വേണ്ടതായ വിറ്റാമിൻസുകളൊക്കെ ഇച്ചിരിച്ച് അടിച്ചു കൊടുക്കണം. അതായത് 19 ചായമട്ടോ ചായപ്പൊടിയോ അല്ല ചായവെള്ളമോ ഒക്കെ ഇവർക്ക് നല്ലതാണ്. കുപ്പി കഴുകിയതിൻ്റെ മട്ട് പാൽക്കുപ്പി കഴുകിയതിൻ്റെ മുട്ടുമൊക്കെ അതുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ വളരെ സൂപ്പറാണ്. അയ്യടാ, ഞാൻ ഏത് തരത്തിലാണ് ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് കണ്ടോ. അന്നേരം കണ്ടോ നിങ്ങൾ, ഇത് കണ്ടോ ഒരു സംഭവം വന്നിരിക്കുന്നത്. ഏതെല്ലാം തരത്തിലാണ് നമ്മളെ ഉപദ്രവിക്കാൻ ആൾ വരുന്നതല്ലേ. ഇത് നമുക്കിവിടെ അങ്ങനെ വെറുതെ വിട്ടാൽ കൊള്ളില്ലല്ലോ. വാടി, ഇനി വാ. നീ ചിത്രശലഭമായിട്ടൊക്കെ വരും, പക്ഷേ കാര്യമില്ല. ഇത് മുഴുവൻ അച്ചലൊക്കെ തിന്നതായിരുന്നു കേട്ടോ. എന്നാലും ഒരു പൂവുണ്ടായി. ഇതൊരു കൊല പൂവ്. ഇത് കണ്ടോ, ഇനി വിടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്കിപ്പം കുറച്ച് ചിത്രശലഭങ്ങളും ഇത് പിന്നെ ഇവർ അച്ചലുമൊക്കെ വന്ന് തിന്ന് ഒരുപാട് നശിച്ചെങ്കിലും അവരെല്ലാം നിരാശപ്പെടാതെ ഞാൻ അവരുടെ പുറകെ നടന്ന് രാത്രിയും പകലുമൊക്കെ നടന്നും പിന്നെ ഞാൻ കുറച്ച് ഈയിടെ ഒരു സംഭവമൊക്കെ ഞാൻ ഉണ്ടാക്കി, ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിപൊളിയാണ്. ഈ അച്ചൽ വന്ന് അതിൻ്റെ സ്മെല്ലടിച്ചാൽ അച്ചൽ എവിടെയുണ്ടെങ്കിലും വരും, വന്നതൊക്കെ അതിനകത്ത് വന്ന് കിടന്ന് ചത്തോളും. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടോ, ഇതൊക്കെ ഇപ്പം നിറച്ച് പൂക്കളായി വരുന്നുണ്ട്. ഇത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തൈയല്ല, ഇച്ചിരി പ്രായമായത് കൊണ്ടിട്ട് ചെറിയ പൂക്കളാണ് ഉണ്ടാകുന്നത്. പിന്നെ വലിയ പൂക്കൾ, വലിയതായിട്ടുള്ള പൂക്കളുണ്ടാകണമെന്നതിൽ പിന്നെ നമുക്ക് ഇപ്പോട്ട് വേണം. പിന്നെ ചെറിയ തൈയായിരിക്കണം. ഇത് ഇച്ചിരി പ്രായമായ തൈയാണ്. കുറേ പൂക്കളൊക്കെ എനിക്ക് കിട്ടിയതാണ്, കണ്ടതാണ്. ഞാനിത് ആർക്കും വിൽക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത് ഞാനിങ്ങനെ ഇതുകൊണ്ട് ഇതിലൊക്കെ എത്ര പൂക്കൾ വന്നതാണെന്ന് പറഞ്ഞു. ഇനിയും ഞാനിങ്ങനെ കാത്തിരിക്കുക. ഉണ്ടാകുമെന്ന് എനിക്ക് അത്ര വിശ്വാസമില്ല, കാരണം എത്ര പല പൂവുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഉണ്ടാകുന്നതിന് ഞാനങ്ങോട്ട് സന്തോഷമായിട്ട് സ്വീകരിക്കും. ഈ ഒരു സൈസ് ചെടി എന്നാന്ന് എനിക്കറിയത്തില്ല. ഡെൻഡ്രോബി, ഇതൊരു കൂട്ടുകാരത്തിയുടെ അടുത്തുനിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അതിൻ്റെ ഈ ഇലയുടെ ഇതുവഴി പിന്നെ നല്ല മുട്ടുണ്ടായി ഇഷ്ടം പോലെ കൊല ഇങ്ങനെ തിങ്ങി നിറയും. അതുകൂട്ടൊരു ചെടിയാണിത്. ഇത് ഇടയ്ക്ക് വെച്ചതുകൊണ്ട് ഇതിൻ്റെ ഇതുണ്ടോ, ഇതെല്ലാം അച്ചള് തിന്ന് നശിപ്പിച്ച് കളഞ്ഞതാണിത്. ഇതുകൊണ്ട് അതെ, അച്ചള് തിന്ന് ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ എനിക്ക് അവരുടെ പൂവ് കാണാൻ പറ്റിയില്ല. എല്ലാം തിന്ന് കളഞ്ഞുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇതൊന്നും കാണാൻ പറ്റിയില്ല. ഇതൊക്കെയാണെന്ന് ഒരിക്കൽ ഇഷ്ടംപോലെ ഞാൻ പൂക്കൾ കണ്ടതാണ്. ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നു അതിലൊക്കെ. അങ്ങനെ ഇതൊക്കെ പ്രായമായി. അപ്പം നമുക്ക് പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ചെറുതിനെ ഒപ്പിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ അതങ്ങ് നശിച്ചു പോകും. പിന്നെ നമുക്ക് കാലങ്ങളോളം പൂവില്ലാതെ ഇരിക്കണം. അപ്പോഴിതിങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. നമുക്കിങ്ങനെ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിക്കുക, കൈകാര്യം ചെയ്യുക. ഓക്കെ.